ബോളിവുഡ് താരം അമീർ ഖാന് നേരെ ഏറ്റവും പുതിയ വധഭീഷണി ഉയർത്തിയിരിക്കുന്നത് ലോറൻസ് ബിഷ്ണോയി സംഘമാണ്. 60-ാം വയസ്സിൽ 3-ാം തവണയും താരം വിവാഹിതനായതിനു പിന്നാലെയാണ് സോഷ്യൽ മീഡിയ വഴി ഈ ഭീഷണി ഉണ്ടായെന്ന് പറയുന്നു. ബിഷ്ണോയി സംഘം പുറത്തുവിട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ഈ വിവരം പുറത്തറിഞ്ഞത്. ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ അർസു ബിഷ്ണോയും ടൈസൺ ബിഷ്ണോയും ചേർന്നാണ് ഈ ഭീഷണി സന്ദേശം നൽകിയിരിക്കുന്നത്. അമീർ ഖാൻ രാജ്യത്ത് ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ഇത് സനാതന ധർമ്മത്തിനും രാജ്യത്തിന്റെ സംസ്കാരത്തിനും വിരുദ്ധമാണെന്നും അവർ ആ പോസ്റ്റിൽ ആരോപിക്കും. അമീർ ഖാനെ ഇനി ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ലെന്നും ഇത്തരം പ്രവൃത്തികൾക്ക് അദ്ദേഹം ഉടൻ തന്നെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുമാണ് ആ സന്ദേശത്തിൽ പറയുന്നത്. തന്റെ സൂപ്പർ താര പദവി ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ നിശബ്ദരാക്കുമെന്നും തങ്ങളുടേതായ രീതിയിൽ അവരെ നേരിടുമെന്നും ബിഷ്ണോയ് സംഘം മുന്നറിയിപ്പ് നൽകും. കൂടാതെ കഴിഞ്ഞ മാസം രാജസ്ഥാനിലെ ശ്രീഗംഗ നഗറിൽ ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ അക്രമത്തെക്കുറിച്ചും അവർ അതിൽ പരാമർശിക്കുന്നുണ്ട്. ആ സംഭവത്തിലെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കും ബിഷ്ണോയ് സംഘം ഈ പോസ്റ്റിലൂടെ ശക്തമായ ഒരു താക്കീതാണ് നൽകുന്നത്. ഭീഷണിയെക്കുറിച്ച് വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് മുംബൈ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലെ പോസ്റ്റും ഒരു വോയിസ് ക്ലിപ്പും വഴിയാണ് പോലീസിന് ഈ വിവരം ലഭിക്കുന്നത്. എന്നാൽ അമീർ ഖാനിൽ നിന്നോ അദ്ദേഹത്തിന്റെ ടീമിൽ നിന്നോ ഇതുവരെ ഔദ്യോഗികമായി പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്നും അമീർ ഖാൻ പരാതി നൽകുകയാണെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. ബോളിവുഡ് താരം സൽമാൻ ഖാനെതിരെ വർഷങ്ങൾക്ക് മുമ്പ് വധഭീഷണി മുഴക്കുന്നവരാണ് ലോറൻസ് ബിഷ്ണോയ് സംഘം. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ സംഭവത്തിലാണ് സൽമാൻ ഖാനെ ഇവർ ലക്ഷ്യം വെക്കുന്നത്. സൽമാന്റെ വീടിന് മുന്നിലെ വെടിവെപ്പിലും മുൻ മന്ത്രി ബാബ സിദ്ദിഖിയുടെ കൊലപാതകത്തിലും ഈ സംഘത്തിന് പങ്കുണ്ടെന്ന് കരുതപ്പെടുന്നു. സൽമാന് പിന്നാലെ ഇപ്പോൾ ആമിർ ഖാനെതിരെയും ഇതേ സംഘം ഭീഷണി ഉയർത്തുന്നത് സിനിമാ ലോകത്തെ വലിയ ആശങ്കയിലാക്കിയിട്ടുണ്ട്. അമീർ ഖാന്റെ 3-ാം വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ അയോധ്യ ചാവണി പീഠാധീശ്വർ ജഗദ്ഗുരു പരമഹംസ് ആചാര്യയും ഒരു വധഭീഷണി മുഴക്കിയിരുന്നു. അമീർ ഖാനെ വധിക്കുന്നവർക്ക് 5 കോടി രൂപ പ്രതിഫലം നൽകുമെന്നാണ് ഇയാൾ പറഞ്ഞത്. മഹാരാഷ്ട്രയിലെ BJP മന്ത്രി നിതേഷ് റാണെ അമീർ ഖാനെ ലവ് ജിഹാദിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നു. അതിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടാണ് പരമഹംസ് ആചാര്യ രംഗത്ത് വന്നത്. അമീർ ഖാനെ ഏതെങ്കിലും മാർഗത്തിലൂടെ ഇല്ലാതാക്കുന്ന വ്യക്തിയുടെ മുഴുവൻ നിയമപരമായ ചെലവുകളും താൻ വഹിക്കുമെന്നും അവരുടെ കുടുംബത്തിന് 5 കോടി രൂപ നൽകുമെന്നുമാണ് ഇയാൾ പറയുന്നത്. ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം 100-200 ആളുകളെ ഇല്ലാതാക്കിയാൽ ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായും അവസാനിക്കുമെന്നും അയോധ്യയിലെ ഈ പുരോഹിതൻ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ അമീർ ഖാന്റെ പ്രതികരണം വളരെ രസകരമാണ്. എന്റെ 2 സഹോദരിമാരും ഹിന്ദുക്കളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്റെ മകളും ഒരു ഹിന്ദുവിനെയാണ് വിവാഹം ചെയ്തത്. എന്റെ കസിൻ മൻസൂർ ഒരു ക്രിസ്ത്യാനിയെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഗൗരിയോ റീനയോ കിരണോ ഒന്നും എന്നെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ അവരുടെ മതം മാറിയിട്ടില്ല. ഗൗരി ഒരു ഹിന്ദുവല്ല, മറിച്ച് ക്രിസ്ത്യാനിയാണ്. അതേസമയം മതപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാറുള്ള ഒരാളുമില്ല. കാലം മുന്നോട്ട് പോകവേ ജീവിതം കൂടുതൽ തമാശ നിറയുകയാണ്. ഇതാണ് അമീർ ഖാന്റെ രസകരമായ മറുപടി.